ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ 2025 പുറത്തിറങ്ങിയ സോ ഫ്രം സോ എന്ന വ്യത്യസ്തവും നിലവാരമുള്ളതുമായ ഒരു ഹൊറർ കോമഡി ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോയുടെ പേര് അശോകൻ. അവൻ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് എന്തോ ഒരു അമാനുഷിക രൂപം വന്നതായി കാണിക്കുന്നു. അത് കണ്ട് പേടിച്ചു പോയ നമ്മുടെ ഹീറോ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. നോക്കുമ്പോൾ അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. ഹീറോയുടെ വീട്ടിൽ വയസ്സായ ഒരു മുത്തശ്ശിയുണ്ട്. അവർക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ അവർ മരിച്ചു പോകുന്നു. അവരുടെ മരണവാർത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും അറിയിക്കുന്നു. നമ്മുടെ ഹീറോ ഒരു പെയിന്റർ ആണ്. ഈ വിവരം ഹീറോ അറിയുന്നു. ഉടൻ തന്നെ വരുന്നുണ്ട്. അതേസമയം ആ നാട്ടിൽ രവി അണ്ണൻ എന്നൊരാളുമുണ്ട്. അദ്ദേഹം ആ നാട്ടിലെ ഒരു പ്രധാനിയാണ്. നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിലും ചീത്ത കാര്യങ്ങളിലും എല്ലാം അദ്ദേഹത്തെയാണ് എല്ലാവരും മുൻനിർത്തുന്നത്. കാരണം അദ്ദേഹത്തിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കുമെന്ന് ഗ്രാമീണർ വിശ്വസിക്കുന്നു. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ നിഷ്കളങ്കരാണ്. എന്ത് നല്ല കാര്യമുണ്ടായാലും ചീത്ത കാര്യമുണ്ടായാലും എല്ലാവരും ഒത്തുകൂടും. ഈ ഗ്രാമവും അടുത്ത ഗ്രാമവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ ഗ്രാമത്തിനുള്ളിൽ ആരും തമ്മിൽ തല്ലില്ല. എല്ലാവരും നന്മയോടെയാണ് ജീവിക്കുന്നത്. സാധാരണയായി മരിച്ചുപോയ പൂർവികർക്ക് ഭക്ഷണം വെച്ച് വാതിലടച്ച് എല്ലാവരും പുറത്തു നിൽക്കും. അവർ വന്ന് കഴിച്ചു പോകും എന്നൊരു വിശ്വാസം എല്ലായിടത്തുമുണ്ട്. അതുപോലെ മരിച്ചുപോയവർക്കായി ഒരു മുറിയിൽ ഭക്ഷണം വെച്ച് വാതിലടച്ച് ഗ്രാമവാസികൾ എല്ലാവരും പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ സമയമായി, നമുക്ക് പോയി തുറക്കാം എന്ന് പറയുമ്പോൾ രവി അണ്ണൻ പറയുന്നു, നിങ്ങൾ പ്ലേറ്റ് നിറയെ ചോറും കറിക്കൂട്ടാനും എല്ലാം വെച്ചിട്ടില്ലേ? അവർക്ക് വന്ന് കഴിച്ചു പോകാൻ കുറച്ച് സമയം കൊടുക്കണ്ടേ എന്ന്. ഈ സാഹചര്യത്തിൽ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ അശോക് നന്നായി സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് ഇതാണ് അവസരം എന്ന് കരുതി ഒരു തുണ്ട് കടലാസിൽ തന്റെ ഫോൺ നമ്പർ എഴുതി അവിടെ ഇടുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു ഫോൺ ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആഹാ, ആ പെൺകുട്ടി നമ്പർ എടുത്ത് വിളിച്ചല്ലോ എന്ന് കരുതി വാതിൽ തുറന്ന് അകത്തു പോയി ഫോൺ എടുക്കുന്നു. നോക്കുമ്പോൾ അത് കസ്റ്റമർ കെയറിൽ നിന്നുള്ള കോൾ ആയിരുന്നു. ഉടനെ അകത്തു വന്ന രവി അണ്ണൻ, എടാ ഞങ്ങൾ എല്ലാവരും പുറത്തു നിൽക്കുകയല്ലേ, നീ ഫോണിന് വേണ്ടി വാതിൽ തുറന്നോ? അപ്പൊ ഞങ്ങളെല്ലാം മണ്ടന്മാരാണോ എന്ന് ചോദിച്ച് അശോകനെ അടിക്കുന്നു. ഇതോടെ അശോകന് എല്ലാവരുടെയും മുന്നിൽ, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ മുന്നിൽ നാണക്കേടാകുന്നു. സത്യത്തിൽ അശോക് ഇട്ട ആ തുണ്ട് കടലാസ് ആ പെൺകുട്ടി എടുത്തില്ലായിരുന്നു. ആ വഴി പോയ ഒരാളുടെ കാലിൽ അത് ഒട്ടിപ്പോയിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രവി അണ്ണൻ അടിച്ചത് കൊണ്ട് അശോകന് ദേഷ്യമുണ്ട്. അതേസമയം രവി അണ്ണൻ അവിടെയുള്ളവരോടെല്ലാം പറയുന്നു, ഈ കാലത്തെ പിള്ളേർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകില്ല എന്ന്. രാത്രി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നു. ഇതുപോലെ പൂർവികർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായി ചെയ്തില്ലെങ്കിൽ പ്രേതം പിടിക്കുമെന്നൊക്കെ. അതിനുശേഷം ആ നാട്ടിൽ ഒരു കല്യാണം നടക്കുന്നു. ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഗ്രാമീണർ എല്ലാം പോകുന്നുണ്ട്. രവി അണ്ണനും ടീമും അശോകനും കൂട്ടുകാരും എല്ലാവരും ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നു. എല്ലാവരും പാട്ടും ഡാൻസും മദ്യപാനവുമായി നന്നായി ആസ്വദിക്കുന്നു. അതിനുശേഷം അശോകനും കൂട്ടുകാരനും കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. നടന്നു വരുമ്പോൾ അവർ പെണ്ണുങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തോ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്നു. എന്തോ തെറ്റായ വിഷയമാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. മറ്റൊരു വശത്ത് രവി അണ്ണൻ കല്യാണ വീട്ടിൽ കളികളൊക്കെയായി ആസ്വദിക്കുകയാണ്. ആ സമയത്ത് രവി അണ്ണന് ഒരു ഫോൺ കോൾ വരുന്നു. ഉടൻ തന്നെ അയാൾക്ക് പോകണമെന്ന് പറഞ്ഞ് നല്ല ബോധമില്ലാതെ അവിടെ നിന്നിറങ്ങുന്നു. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ അത് മുന്നിലുള്ള പാറയിൽ പോയി ഇടിച്ചു നിൽക്കുന്നു. പിന്നാലെ വന്നവർ എന്താ അണ്ണ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമില്ല, വണ്ടി മുന്നിൽ നിൽക്കുകയായിരുന്നു, അതൊന്ന് ഒതുക്കി പാർക്ക് ചെയ്തതാ എന്ന് തന്റെ ഗമ വിട്ടുകൊടുക്കാതെ കള്ളം പറയുന്നു. വണ്ടി മുഴുവൻ തകർന്നു കിടക്കുകയാണ്, ഇത് പാർക്ക് ചെയ്തതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് അവരും ചിന്തിച്ചുകൊണ്ട് രവി അണ്ണന്റെ കൂടെ വരുന്നു. അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. അശോക് സൈറ്റ് അടിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ വീട്ടിലെ കുളിമുറിയിൽ ആരോ എത്തി നോക്കിയിരിക്കുന്നു. അതും ആ പെൺകുട്ടിയുടെ മുത്തശ്ശി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഈ പ്രശ്നം സംസാരിക്കാനാണ് രവി അണ്ണനെ വിളിച്ചത്. അതാരാണെന്ന് അറിയാമോ എന്ന് മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ, ഞാൻ ഒന്നുകൂടി കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്നവർ പറയുന്നു. ഉടൻ തന്നെ അവർ കുളിമുറിയുടെ അടുത്തേക്ക് പോകുന്നു. ഒരു ഷീറ്റ് വെച്ചാണ് ആ കുളിമുറി മറച്ചിരുന്നത്. ആ ഷീറ്റിന്റെ ഒരു ഭാഗം കീറിയിട്ടുണ്ട്. ആരോ ഇതുവഴി എത്തി നോക്കിയിരിക്കുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് രവി അണ്ണൻ തീരുമാനിക്കുന്നു. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. രവി അണ്ണന്റെ ടീമിലുള്ള ഒരാൾ പറയുന്നു, നമ്മൾ പോലീസിൽ പറഞ്ഞാൽ അവർ ഫിംഗർ പ്രിന്റ് വെച്ച് കണ്ടുപിടിക്കുമെന്ന്. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ മതിലിൽ കയറി ജനലിന്റെ അടുത്ത് കൈ വെച്ച് കാണിക്കുന്നു. ഇങ്ങനെ ഒരാൾ നിന്ന് നോക്കിയാൽ അവന്റെ കൈവിരലടയാളം ഇവിടെ പതിഞ്ഞിട്ടുണ്ടാകും, അത് വെച്ച് പിടിക്കാം. അപ്പോൾ മറ്റൊരാൾ ചോദിക്കുന്നു, ഇപ്പോൾ നീ കൈവച്ചില്ലേ, പോലീസ് വന്നാൽ നിന്റെ ഫിംഗർ പ്രിന്റ് അല്ലേ കാണൂ? അപ്പോൾ അവൻ പറയുന്നു, അല്ല, 2 ഫിംഗർ പ്രിന്റ് ഉണ്ടാകും, ഒന്ന് എന്റേതാണെന്ന് ഉറപ്പായി, മറ്റേത് അവന്റേതായിരിക്കുമല്ലോ. അപ്പോൾ കൂട്ടത്തിലുള്ളവർ പറയുന്നു,
കല്യാണം നടന്ന സമയത്ത് നിന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ, ഒരുപക്ഷെ നീ തന്നെയാണോ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ സംശയിക്കുന്നു. എന്നാൽ താനല്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അതിനുശേഷം അവരും അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം രാവിലെ അശോകൻ എന്തോ പറ്റിയിരിക്കുന്നു എന്ന് നാട് മുഴുവൻ സംസാരമാകുന്നു. ഇതിനുശേഷം ഞാൻ അശോകിനെ ഹീറോ എന്ന് പറയാം. ഹീറോയുടെ വീടിന് മുന്നിൽ ഗ്രാമവാസികൾ കൂടി നിൽക്കുന്നു. ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് പ്രേതബാധ ഏറ്റു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ രണ്ടുപേർ ഹീറോയെ കാണാൻ വീടിനകത്തേക്ക് വരുന്നു. ഹീറോ എഴുന്നേൽക്കുന്നത് കണ്ടയുടനെ അവർ പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. നോക്കുമ്പോൾ ഹീറോയുടെ മുഖം മുഴുവൻ ഭസ്മം പൂശിയിരിക്കുന്നു. അവൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നു. സ്വയം കണ്ടു ഞെട്ടുന്നു. അപ്പോഴാണ് തലേന്ന് രാത്രി എന്ത് നടന്നു എന്ന് ട്വിസ്റ്റ് കാണിക്കുന്നത്. രവി അണ്ണന് ഫോൺ വന്നില്ലേ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ ആരോ കുളിമുറിയിൽ എത്തി നോക്കിയെന്ന് അത് മറ്റാരുമല്ല നമ്മുടെ ഹീറോ ആയിരുന്നുവെന്നും. ഹീറോ കല്യാണം കഴിഞ്ഞ് കൂട്ടുകാരന്റെ കൂടെ നടന്നു വരുന്നു. കൂട്ടുകാരൻ പോയതിനു ശേഷം തനിച്ച ആ വഴി വരുമ്പോൾ താൻ സൈറ്റടിക്കുന്ന പെൺകുട്ടിയുടെ വീട് കാണുന്നു. ആ കുളിമുറിയിൽ ആ പെൺകുട്ടിയാണെന്ന് കരുതിയാണ് അവൻ എത്തി നോക്കുന്നത്. പക്ഷെ അവിടെ മുത്തശ്ശിയെ കണ്ട് അവൻ ഞെട്ടുന്നു. മുത്തശ്ശിയും ഞെട്ടുന്നുണ്ട്. അതിനുശേഷമാണ് രവി അണ്ണനെ വിളിച്ച് കാര്യം പറയുന്നത്. രവി അണ്ണനും കൂട്ടുകാരും അവിടെ നിന്ന് അന്വേഷിക്കുമ്പോൾ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലാണ് നമ്മുടെ ഹീറോ ഒളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് രവി അണ്ണന്റെ ടീമിലെ ഒരാൾ പോലീസിൽ അറിയിച്ച് ഫിംഗർ പ്രിന്റ് എടുത്ത് ആളെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നത്. ഇതെല്ലാം കുറ്റിക്കാട്ടിലിരുന്ന് ഹീറോ കേൾക്കുന്നുണ്ട്. തെളിവ് നശിപ്പിക്കണമെന്ന് കരുതി അവർ പോകുന്നതുവരെ അവിടെ കാത്തിരിക്കുന്നു. അവർ പോയതിനു ശേഷം ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളവും തുണിയുമായി മതിലിൽ കയറി താൻ കൈവച്ച സ്ഥലത്തെ വിരലടയാളം മായ്ക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ അച്ഛൻ പുറത്തേക്ക് വരുന്നത് കണ്ട് അവൻ മതിലിൽ നിന്ന് താഴേക്ക് ചാടുന്നു. അയാൾ നേരെ കുളിമുറിയുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് ഹീറോ കുറച്ചുകൂടി മാറിപ്പോകുന്നു. അവൻ ഫിംഗർ പ്രിന്റ് മായ്ക്കാൻ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കുപ്പി താഴെയിട്ടിരുന്നു. നീങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ കുപ്പിയിൽ ചവിട്ടി ശബ്ദമുണ്ടാകുന്നു. അവിടെ ആരോ ഉണ്ടെന്ന് കരുതി ആരാണ് അവിടെ എന്ന് ചോദിച്ചു കൊണ്ടുവരുമ്പോൾ ഹീറോ അവിടെ നിന്ന് ഓടുന്നു. ഒരാൾ ഓടുന്നു. പിടിക്കവനെ എന്ന് പറഞ്ഞ് ആ വീട്ടുകാർ പിന്നാലെ ഓടുന്നു. ഗ്രാമത്തിലെ തെരുവുകളിലൂടെ അവൻ ഓടാൻ തുടങ്ങുന്നു. ഒരു സ്ഥലത്ത് പട്ടിയെ കണ്ട് പേടിച്ച് അവൻ തിരിഞ്ഞോടുന്നു. ഒടുവിൽ രണ്ടുപേർ ചേർന്ന് ഹീറോയെ പിടിക്കുന്നു. ഹീറോ തന്റെ മുഖം കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വീട്ടുകാർ ഹീറോയുടെ മുഖം കണ്ടിരുന്നു. എന്നാൽ ഹീറോ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്ന രീതി ഒരു പ്രേതം ബാധിച്ച് ആടുന്നത് പോലെയായിരുന്നു. ഇവൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഇവന് പ്രേതം പിടിച്ചോ എന്നൊരാൾ ചോദിച്ചപ്പോൾ ഇതാണ് അവസരം എന്ന് കരുതി ഹീറോ പ്രേതം പിടിച്ചതുപോലെ അഭിനയിക്കാൻ തുടങ്ങുന്നു. പിടിച്ച രണ്ടുപേരും പേടിച്ചു പോകുന്നു. ഹീറോ ബോധം കെട്ട് വീഴുന്നുണ്ട്. അതിനുശേഷം അവന് ഭസ്മം പൂശി വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. താൻ ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രേതം പിടിച്ചതായി അവൻ കള്ളം പറയുകയാണ്. ഗ്രാമത്തിലെ ഒരു വയസ്സായ മുത്തശ്ശി അവന് ശരിക്കും പ്രേതം പിടിച്ചോ അതോ ഇല്ലയോ എന്ന് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയുടെ വീട്ടിൽ വന്ന് അവന്റെ മുഖത്തേക്ക് നോക്കുന്നു. മുഖത്ത് ഭസ്മം പൂശിയത് കൊണ്ട് കാണാൻ ഒരു ഭീകര രൂപമായിരുന്നു. അത് കണ്ട ആ മുത്തശ്ശിയും പേടിച്ചോടുന്നു. ഒരാൾ ഒരു കാര്യം നേരിട്ട് കണ്ടില്ലെങ്കിലും മറ്റൊരാൾ പേടിച്ചത് കാണുമ്പോൾ അവർക്കും പേടി തോന്നുന്നു. അതുപോലെ ഗ്രാമവാസികൾക്ക് എല്ലാം ഹീറോയെ പേടിയാകുന്നുണ്ട്. ഹീറോയ്ക്ക് വിശന്നപ്പോൾ അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ അവന്റെ അച്ഛനും അമ്മയും പെങ്ങളും പോലും അവൻ വിചിത്രമായി പെരുമാറുന്നു എന്ന് കരുതി പേടിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരും ഹീറോയുടെ അച്ഛനും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. അപ്പോഴാണ് ആ നാട്ടിൽ പ്രേതത്തെ ഒഴിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത്. അദ്ദേഹം ഒരുപാട് പ്രേതങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പോയി കാണാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം മരിച്ചുപോയി എന്നറിയുന്നത്. അദ്ദേഹം മരിച്ചാൽ എന്താ, അദ്ദേഹത്തിന്റെ മകൻ പ്രസാദ് ഇല്ലേ, അവനെ കൊണ്ട് പ്രേതത്തെ ഒഴിപ്പിക്കാമെന്ന് കരുതി അവർ പ്രസാദിനെ കാണാൻ പോകുന്നു. ആ പ്രസാദ് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരനാണ്. ഇതിലെ ട്വിസ്റ്റ് എന്തെന്നാൽ പ്രസാദിന്റെ അച്ഛൻ പ്രേതം ഒഴിപ്പിക്കുന്നതിൽ കേമനായിരുന്നു. പക്ഷെ പ്രസാദിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ ഗ്രാമവാസികൾ അവനോട് പറയുന്നു, നീ അദ്ദേഹത്തിന്റെ രക്തമല്ലേ, ആ കഴിവ് നിനക്കും ഉണ്ടാകും, നീ വന്ന് പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവനെ നിർബന്ധിക്കുന്നു. ഇത്രയും നിർബന്ധിച്ചപ്പോൾ അവനും പൂജാരിയുടെ വേഷം കെട്ടി വീടിന്റെ നടുക്ക് വന്നിരിക്കുന്നു. എന്തു ചെയ്യണമെന്നൊന്നും അവൻ അറിയില്ല. പുസ്തകം നോക്കി മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ ഉച്ചാരണം ശരിയാകുന്നില്ല. അവിടെയുള്ളവർ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, നിനക്ക് ഉച്ചരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിൽ ചൊല്ലിയാ മതിയെന്ന്. അത് കേട്ട് അവൻ മനസ്സിൽ പിറുപിറുക്കുന്നു. അതിനുശേഷം അവിടെയുള്ളവർ പോയി വാതിലിൽ മുട്ടു എന്ന് പറയുമ്പോൾ പ്രസാദ് പോയി വാതിലിൽ മുട്ടുന്നു. ഹീറോ വാതിൽ തുറക്കുന്നുണ്ട്. തന്റെ കൂട്ടുകാരൻ ഈ വേഷത്തിൽ നിൽക്കുന്നത് കണ്ട് ഹീറോയ്ക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല. അവൻ വാതിലടച്ചു നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. പക്ഷെ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് അതൊരു പ്രേതം അട്ടഹസിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് പുറത്തുള്ളവരെല്ലാം പേടിക്കുന്നു. പ്രസാദും പേടിച്ചു പോകുന്നുണ്ട്. അവിടെയുള്ളവർ നീ ആരാണെന്ന് ചോദിക്ക്, എന്തിനു വന്നു എന്ന് ചോദിക്ക് എന്ന് പറയുമ്പോൾ പ്രസാദ് പേടിച്ചുകൊണ്ട് നീ ആരാണ്, എന്തിനു വന്നു എന്ന് ചോദിക്കുന്നു. ഹീറോ അകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവൻ ഉപേന്ദ്രയുടെ ഫാൻ ആണെന്ന് തോന്നുന്നു. റൂം മുഴുവൻ സിനിമ പോസ്റ്ററുകളാണ്. അതിൽ കാഞ്ചന സിനിമയുടെ റീമേക്കായ കൽപ്പനയുടെ പോസ്റ്റർ കണ്ട് അവൻ വാതിൽ തുറന്ന് ഞാൻ കൽപ്പനയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ട ഗ്രാമീണർക്ക് കൽപ്പന എന്നത് സുലോചന എന്നാണെന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സുലോചന എന്ന് ആരാണുള്ളത് എന്നെല്ലാവരും ചിന്തിക്കാൻ തുടങ്ങുന്നു. അവർ പ്രസാദിനോട് ഒന്നുകൂടി ചോദിക്കാൻ പറയുന്നു. പ്രസാദ് പേടിച്ച് വിറച്ച് വീണ്ടും വാതിലിൽ മുട്ടുന്നു. ഹീറോ വാതിൽ തുറന്ന് എന്നെ ശല്യപ്പെടുത്താതെ പോകൂ എന്ന് പറഞ്ഞ് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വാതിലടയ്ക്കുന്നു. ഹീറോ കൈ ചൂണ്ടിയ ദിശയിൽ സോമപുരം എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയായിരിക്കും ഈ സുലോചന ജീവിച്ചിരുന്നത് എന്നവർ സ്വയം ഒരു കഥയുണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യമുണ്ടായാലും രവി അണ്ണൻ മുന്നിൽ നിൽക്കും. രവി അണ്ണനോട് ഈ വിഷയം പറയുന്നു. അദ്ദേഹം അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, ഞാൻ സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നു. ഹീറോയെ വിളിച്ച് അടുത്തിരുത്തി സാധാരണ പോലെ സംസാരിക്കാൻ തുടങ്ങുന്നു. സംസാരിക്കുന്നതിനിടയിൽ പതുക്കെ ഹീറോയുടെ തോളിൽ കൈവെക്കുന്നു. ആദ്യം ഒരു വിരൽ, പിന്നെ 2 വിരൽ, പിന്നെ കൈ മുഴുവനായി വെച്ചിട്ട് ഇവൻ സാധാരണ പോലെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ വെറുതെ പേടിക്കുകയാണെന്ന് പറയുന്നു. ഹീറോ മനസ്സിൽ വിചാരിക്കുന്നു, ഇവനെ ഒന്ന് പെരുമാറണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് ആ പെണ്ണിന്റെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ, ഇതാണ് അവസരം എന്ന് കരുതി ഒരു പെണ്ണിന്റെ മേൽ കൈവെക്കുന്നോടാ നീ എന്ന് ചോദിച്ച് രവി അണ്ണനെ പൊതിരെ തല്ലുന്നു. രവി അണ്ണന് ദേഷ്യം വന്ന് തിരിച്ചടിക്കാൻ നോക്കുമ്പോൾ ഹീറോ ബോധം കെട്ട് വീഴുന്നത് പോലെ അഭിനയിക്കുന്നു. എല്ലാവരും ഇത് നേരിൽ കണ്ടതുകൊണ്ട് ഹീറോയുടെ ശരീരത്തിൽ ശരിക്കും പ്രേതമുണ്ടെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. അതിനുശേഷം ഗ്രാമവാസികൾ ഒരു മീറ്റിംഗ് കൂടുന്നു. ഹീറോയുടെ ശരീരത്തിലുള്ള പ്രേതം ഗ്രാമവാസികളെ ഉപദ്രവിക്കുമെന്ന് അവർ ഭയക്കുന്നു. ആ പ്രേതത്തെ ഒഴിപ്പിക്കാൻ കഴിവുള്ളൊരു സ്വാമിയെ കൊണ്ടുവരണമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സ്വാമി ഗ്രാമത്തിലേക്ക് വരുന്നു. സ്വാമിക്ക് ഒരു കസേര ഇട്ടിരുത്തുന്നു. എതിർവശത്ത് ഹീറോയെയും ഇരുത്തുന്നുണ്ട്. സ്വാമി കണ്ണടച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ ഹീറോ ചുറ്റും നോക്കുമ്പോൾ താൻ സൈറ്റടിച്ച പെൺകുട്ടി അവിടെ നിൽക്കുന്നത് കാണുന്നു. ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുത്തശ്ശി അങ്ങോട്ട് വരുന്നു. രണ്ടാമത് ആ പയ്യനെ കണ്ടാൽ ഞാൻ തിരിച്ചറിയും എന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നത് ഹീറോ ഓർക്കുന്നു. മുത്തശ്ശി തന്നെ ഒറ്റക്കൊടുത്താൽ എന്തു ചെയ്യുമെന്ന് പേടിച്ച് അവൻ വീടിനകത്തേക്ക് ഓടുന്നു. സ്വാമി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹീറോയെ കാണുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വന്ന സ്വാമിയും ഒരു തട്ടിപ്പുകാരനാണെന്ന്. അയാൾ പറയുന്നു, എന്റെ ധ്യാനം കൊണ്ട് ആ പ്രേതം എന്റെ നിയന്ത്രണത്തിൽ വന്നുവെന്ന്. ആ പ്രേതം പൂർണ്ണമായി പോകണമെങ്കിൽ ഹീറോയെ ഛർദ്ദിപ്പിക്കണം. ഛർദ്ദിപ്പിച്ചാൽ സുലോചന എന്ന പ്രേതം പോകുമെന്ന് പറയുന്നു. അതിനുശേഷം ഹീറോയെ ഛർദ്ദിപ്പിക്കാൻ എന്തൊക്കെയോ കലക്കി വായിലൊഴിക്കുന്നു. അവൻ ആകെ തളർന്നു പോകുന്നു. ഈ പീഡനം സഹിക്കാൻ വയ്യാതെ പ്രേതം പോയെന്ന് അഭിനയിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാമെന്ന് അവൻ തീരുമാനിക്കുന്നു. ഹീറോ സാധാരണ നിലയിലായതുകൊണ്ട് ആ സ്വാമി നാട്ടിൽ പ്രശസ്തനാകുന്നു. പതിവ് പോലെ ഹീറോ പെയിന്റ് അടിക്കാൻ ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നു. അവൻ അകത്ത് നിൽക്കുമ്പോൾ പുറത്ത് രവി അണ്ണൻ ഒരാളോട് സംസാരിക്കുന്നത് കാണുന്നു. വീട്ടിൽ വെച്ച് രവി അണ്ണനെ അടിച്ചതോർത്ത് അവൻ ചിരിക്കുന്നു. അപ്പോൾ കൂടെ പെയിന്റ് അടിക്കാൻ വന്നയാൾ ഹീറോ ചിരിക്കുന്നത് കണ്ട് ഇവന്റെ ശരീരത്തിൽ നിന്ന് പ്രേതം പോയിട്ടില്ല എന്ന് കരുതി പേടിച്ചോടിപ്പോകുന്നു. അതിനുശേഷം ഗ്രാമത്തിലൂടെ ഹീറോ നടന്നു വരുമ്പോൾ ഒരു കുട്ടി തീപ്പെട്ടി കൊണ്ട് കളിക്കുന്നത് കാണുന്നു. എടാ, തീ കൊണ്ട് കളിക്കരുത്, അത് കളഞ്ഞിട്ട് പോ എന്ന് ഹീറോ പറയുന്നു. ആ കുട്ടി പോകുമ്പോൾ തീപ്പെട്ടി ഉരസി എറിഞ്ഞിട്ട് പോകുന്നു. അത് അടുത്തുള്ള വൈക്കോലിൽ വീണ് ആളിപ്പടരുന്നു. ദൂരെ നിന്നൊരു സ്ത്രീ ഇത് കാണുന്നുണ്ട്. അവരുടെ കാഴ്ചയിൽ ആ കുട്ടി തീപ്പെട്ടി എറിഞ്ഞതൊന്നും കാണുന്നില്ല. ഹീറോയെ കണ്ടയുടനെ തീ കത്തുന്നത് മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് ആ സ്ത്രീ ഹീറോയുടെ ശരീരത്തിൽ നിന്ന് പ്രേതം പോയിട്ടില്ല എന്ന് നാട് മുഴുവൻ പറഞ്ഞു പരത്തുന്നു. വീണ്ടും സ്വാമിയെ വിളിച്ചു വരുത്തുന്നു. ഹീറോയെ ഇരുത്തി സംസാരിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതെല്ലാം മടുത്തു. എനിക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ ശരീരത്തിൽ ഒന്നുമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ സ്വാമി കണ്ണടച്ച് ധ്യാനിച്ച് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആത്മാക്കളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഇത്രയും ബുദ്ധിപരമായി അഭിനയിക്കുന്ന ഒന്നിനെ കണ്ടിട്ടില്ല എന്ന്. ഇതും പറഞ്ഞ് വീണ്ടും പൂജ തുടങ്ങുന്നു. ഹീറോയുടെ ശരീരത്തിലുള്ള ആത്മാവിന്റെ പേര് സുലോചനയാണെന്നും അവൾ സോമപുരത്താണ് ജീവിച്ചിരുന്നതെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഗ്രാമത്തിൽ പോയി സുലോചന ആരാണെന്നും അവരുടെ കുടുംബത്തെ കണ്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാമെന്നും കരുതി അവർ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തിയപ്പോൾ ഭാനു എന്നൊരാളുടെ അമ്മയുടെ പേരാണ് സുലോചന എന്ന് മനസ്സിലാകുന്നുണ്ട്. രവി അണ്ണനും സംഘവും ഭാനുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഭാനുവിനെ കണ്ടയുടനെ രവി അണ്ണൻ വിഷാദത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. കാരണം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അയാൾ ഭാനുവിനെ പെണ്ണ് കാണാൻ പോയിരുന്നു. പക്ഷെ ആ കല്യാണം നടന്നില്ല. ഭാനുവിനോട് കൂടുതൽ ചോദിച്ചപ്പോൾ അവളുടെ അമ്മ മരിച്ചിട്ട് 5 വർഷമായെന്ന് അറിയുന്നു. ഉടൻ തന്നെ സ്വാമിയോട് ഈ വിവരം പറയുന്നുണ്ട്. അപ്പോൾ സ്വാമി പറയുന്നു, സുലോചനയുടെ മകളായ ഭാനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ആ പയ്യന്റെ ശരീരത്തിലല്ലേ സുലോചനയുള്ളത്, അവരെ തമ്മിൽ സംസാരിപ്പിക്കാം.
മകൾ സംസാരിക്കുമ്പോൾ മനസ്സലിഞ്ഞ് അവർ പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. ഭാനുവിനെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. അവൾ ഹീറോയുടെ കാൽക്കൽ വീണ് അമ്മേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഹീറോ എൻ്റെ ശരീരത്തിൽ ഒരാത്മാവുമില്ല, ഞാൻ കള്ളം പറയുകയാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ എനിക്ക് എൻ്റെ അമ്മയെ ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ ഭാനുവിൻ്റെ അമ്മാവൻ വന്ന് പ്രശ്നമുണ്ടാക്കി അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഹീറോയ്ക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ട്. തനിക്ക് പ്രേതബാധയില്ലെന്ന സത്യം ആരോടെങ്കിലും പറയണമെന്ന് കരുതി റൂം തുറന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നു. പക്ഷെ വീട് പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അവൻ മേൽക്കൂര പൊളിച്ച് പുറത്തു ചാടുന്നു. ഗ്രാമത്തിൽ ആരെയും കാണാനില്ല. തന്റെ കൂട്ടുകാരനായ പ്രസാദിനോട് സത്യം പറയാമെന്ന് കരുതി അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോയെ കണ്ട് പ്രസാദ് പേടിക്കുന്നു. എടാ, എന്നെ കണ്ട് പേടിക്കാതെ, എനിക്കൊരു സത്യം പറയാനുണ്ട്. എൻ്റെ ഉള്ളിൽ പ്രേതമൊന്നുമില്ല. അന്ന് രാത്രി ഞാനൊരു തെറ്റ് ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങനെ അഭിനയിച്ചതെന്ന് ഹീറോ പറയുന്നു. ഇത് പറഞ്ഞു തീർന്നതും പ്രസാദ് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഹീറോ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ തയ്യാറല്ല. ഹീറോ സാധാരണയായി ആരോടെങ്കിലും സംസാരിക്കാൻ പോയാലും എല്ലാവരും അവനെ കണ്ട് പേടിക്കുന്നു. ഇത് ഹീറോയ്ക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഒരു രാത്രി ഹീറോയുടെ അച്ഛനും അമ്മയും പെങ്ങളും ഉറങ്ങുമ്പോൾ റൂമിന്റെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ഹീറോ എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ വെള്ളമില്ലാതെ വിഷമിക്കുന്നു, ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ് ഹീറോയുടെ പെങ്ങൾ വെള്ളവുമായി വാതിൽ തുറന്നപ്പോൾ കരിഞ്ഞ ഒരു കൈ അവളെ മുറിയിലേക്ക് വലിച്ചിടുന്നു. നോക്കുമ്പോൾ മുറിയിൽ ഹീറോയെ കാണാനില്ല. ഏതോ ഒരു അമാനുഷിക രൂപം അവളെ ആക്രമിക്കാൻ വരുന്നു. അവൾ ഉറക്കെ കരയുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ അതെല്ലാം അവളുടെ ഒരു സ്വപ്നമായിരുന്നു. അടുത്ത ദിവസം രാവിലെ പ്രസാദിന്റെ അമ്മ ഹീറോയുടെ വീടിന് മുന്നിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. നിന്നെ കണ്ട് പേടിച്ച് എൻ്റെ മോൻ എന്തോ പറ്റിയിരിക്കുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് സ്വാമിയോടും ദേഷ്യപ്പെടുന്നു. സ്വാമിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. അയാൾ ഒരു വടിയെടുത്ത് പ്രേതത്തെ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ഹീറോയെ തല്ലാൻ തുടങ്ങുന്നു. ഹീറോ അടി കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആ വടി പിടിച്ചു വാങ്ങി സ്വാമിയെ തിരിച്ചടിക്കാൻ തുടങ്ങുന്നു. സ്വാമിക്ക് അടി സഹിക്കാൻ വയ്യ. ജനങ്ങളെ തിരക്കിലാക്കി വെക്കാൻ അയാൾ പറയുന്നു. സുലോചനയുടെ മകൾ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ പ്രേതം പോകൂ. അവളെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. അവസാനം ഭാനു വീണ്ടും വരുന്നുണ്ട്. ഹീറോയെ കാണാൻ പോകുന്നു. ഹീറോ ദേഷ്യത്തിലായിരുന്നു. അവൻ ഭാനുവിനോട് സത്യം പറയുന്നു. എൻ്റെ ഉള്ളിൽ പ്രേതമൊന്നുമില്ല, ഞാൻ വെറുതെ അഭിനയിക്കുകയാണ്. എന്നാൽ ഭാനു അത് വിശ്വസിക്കാതെ തൻ്റെ കഥ പറയാൻ തുടങ്ങുന്നു. ഭാനുവിനിപ്പോൾ ആരുമില്ല. അമ്മ മരിച്ചുപോയി. അച്ഛനുമില്ല. കൂടെയുള്ളത് അമ്മാവനാണ്. അയാൾ അവളോട് മോശമായി പെരുമാറുന്നു. തനിക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ഒരു പെണ്ണ് തനിച്ച ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് ഹീറോ മനസ്സിലാക്കുന്നു. തെറ്റുകൾ ചെയ്തിട്ടുള്ള ഹീറോയ്ക്ക് അവളുടെ അവസ്ഥ കേട്ട് മനസ്സ് മാറുന്നു. കുറച്ചു കഴിഞ്ഞ് ഭാനു തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ രവി അണ്ണനാണ് അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നത്. വഴിയിൽ വെച്ച് ഭാനു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നുവെന്ന്. രവി അണ്ണന് അത് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോഴും അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല. അതിനുശേഷം പലതവണ ഭാനു ഹീറോയെ കാണാൻ വരുന്നു. അവൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഒരു രാത്രി ഹീറോ കണ്ണു തുറക്കുമ്പോൾ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നു. അവൻ പുറത്തു വരുമ്പോൾ മറ്റൊരു മുറിയിലെ വസ്ത്രങ്ങൾ അവന് പ്രേതത്തെ പോലെ തോന്നുന്നു. അവൻ പേടിച്ച് അവിടെ ഇരിക്കുമ്പോൾ കട്ടിലിനടിയിൽ നിന്ന് എന്തോ രൂപം വരുന്നതായി അവന് തോന്നുന്നു. അവൻ തനിച്ചായിരുന്നു. അവന് തന്നെ പ്രേതമുണ്ടെന്ന് തോന്നാൻ തുടങ്ങി. അപ്പോൾ വാതിലിൽ ആരോ ശക്തിയായി മുട്ടുന്നു. അവൻ പേടിക്കുന്നു. നോക്കുമ്പോൾ വന്നത് ഭാനുവാണ്. അമ്മാവൻ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നും പറഞ്ഞ് അവൾ കരയുന്നു. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിച്ച് അവൾ വിഷമിക്കുന്നു. ഇതെല്ലാം കേട്ട ഹീറോയ്ക്ക് സങ്കടമാകുന്നു. അവൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു. അടുത്ത ദിവസം സ്വാമിയും നാട്ടുകാരും പതിവ് പോലെ ഹീറോയുടെ വീടിന് മുന്നിൽ നിൽക്കുന്നു. ഹീറോ പുറത്തു വരുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അവൻ സാരി ഉടുത്ത് മുഖത്ത് ചന്ദനം പൂശി പൊട്ടുവെച്ച് വരുന്നു. എല്ലാവരും പേടിച്ചു പോകുന്നു. അവൻ ഒരു സ്കൂട്ടർ എടുത്ത് ഓടിച്ചു പോകുമ്പോൾ രവി അണ്ണൻ ഇരിക്കുന്ന ഒരു കടയുടെ മുന്നിൽ നിർത്തുന്നു. രവി അണ്ണനെ ഒന്ന് നോക്കിയിട്ട് അവൻ വേഗത്തിൽ പോകുന്നു. ഇവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കരുതി രവി അണ്ണനും നാട്ടുകാരും അവനെ പിന്തുടരുന്നു. ഹീറോ നേരെ പോകുന്നത് ഭാനുവിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് അവൻ ഭാനുവിന്റെ അമ്മാവനെ പൊതിരെ തല്ലുന്നു. ഒരു പെണ്ണ് നിന്നെ വിശ്വസിച്ച് കൂടെയുണ്ടെങ്കിൽ അവളെ മകളെ പോലെ നോക്കണം, അല്ലാതെ അവളോട് മോശമായി പെരുമാറുന്നു എന്ന് ചോദിച്ച് തല്ലുന്നു. തേങ്ങയെടുത്ത് തലയ്ക്കടിക്കുന്നു. പിന്നെ ഭാനുവിനെ പിടിച്ച് അയാളെ തല്ലിക്കുന്നു. അതിനുശേഷം ഹീറോ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ നാട്ടുകാർ അവനെ തല്ലാൻ തുടങ്ങുന്നു. ആ തല്ലിനിടയിൽ ഭാനുവിനും അടികിട്ടുന്നു.
ഇത് കണ്ട് രവി അണ്ണൻ ഒരു പെണ്ണിന്റെ മേൽ കൈവയ്ക്കുന്നോടാ എന്ന് ചോദിച്ച് ആ നാട്ടുകാരെ തല്ലാൻ തുടങ്ങുന്നു. ഇതോടെ രണ്ട് ഗ്രാമങ്ങളും തമ്മിൽ വലിയ വഴക്കാകുന്നു. വഴക്കിനിടയിൽ ഹീറോ പ്രേതം ബാധിച്ചതുപോലെ അഭിനയിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തെയും ഞാൻ ഉപദ്രവിക്കുമെന്ന് പറയുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? എപ്പോഴാണ് നീ ഈ പയ്യന്റെ ശരീരം വിട്ടുപോകുന്നത് എന്നെല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഈ പെണ്ണ് തനിച്ചാണ്, അതുകൊണ്ട് അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ മകളെ ആരെങ്കിലും കല്യാണം കഴിക്കണം, അവൾക്കൊരു ജീവിതം ഉണ്ടാകണം. അപ്പോൾ ഞാൻ ഈ പയ്യന്റെ ശരീരം വിട്ടുപോകാമെന്ന്. ആര് കല്യാണം കഴിക്കുമെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ രവി അണ്ണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ പെണ്ണ് കണ്ടതും അയാളായതുകൊണ്ട് നീ തന്നെ കല്യാണം കഴിക്കൂ എന്നെല്ലാവരും പറയുന്നു. രവി അണ്ണൻ കുറച്ച് ആലോചിച്ചതിന് ശേഷം സമ്മതിക്കുന്നു. രവി അണ്ണനും ഭാനുവിനും കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഹീറോയുടെ ശരീരത്തിൽ നിന്ന് പ്രേതം പോയതായി അവൻ അഭിനയിക്കുന്നു. അവസാനം ഇത്തവണ ഗ്രാമീണർ അത് വിശ്വസിക്കുന്നുണ്ട്. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.